നമ്മുടെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയണില്ല കേട്ടോ. എനിക്കിത് ഭയങ്കര സത്യം പറയാച്ച ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്, അതേപോലെ തന്നെ ഭയങ്കര സങ്കടവും തോന്നുന്നുണ്ട്. രണ്ടും പാടെ കൂടി കലർന്നൊരവസ്ഥയിൽ കൂടെയാണ്. സങ്കടം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോൾ സന്തോഷം കൂടിയ ഒരു സങ്കടം ഉണ്ടാവില്ലേ, അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. പക്ഷെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നും ഇവിടെ നിന്ന് ഒരു സംഭവം വരണമില്ല, പക്ഷെ ഇവിടെ ഒരു കനം പോലെ ഇങ്ങനെ എന്തോ ഒരു ഇത്. നമ്മൾ സ്വപ്നമാണോ അതോ സ്വപ്ന യാഥാർത്ഥ്യമാണ്. എന്നായാലും നമ്മൾ എന്താ വീടാവും, വീട്ടിലെന്തായാലും ഒരു കുടിയിരിപ്പ് നമ്മൾ സത്യം പറയാച്ചാൽ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. പാല് കാച്ചൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടികളും തീർക്കണം. പക്ഷേ പിന്നെ എല്ലാവരും ഒരു പറഞ്ഞു കുടിയിരിപ്പ് നടത്തണം, നിങ്ങളുടെ ആഗ്രഹമല്ലേ, അങ്ങനെ നമ്മുടെ എല്ലാവരും പറഞ്ഞു മാത്രമല്ല നമ്മളും തുടക്കത്തിൽ പറയണ്ടായി നമ്മുടെ കുടിയിരിപ്പിന് എല്ലാവരെയും വിളിച്ചിട്ട് ചെയ്യണം എന്നുള്ളത്. നമ്മളും അല്ല അതല്ല യൂട്യൂബേഴ്സിനെ ഒന്നും വിളിച്ചില്ലെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരെയൊക്കെ എന്തായാലും നമ്മൾ വിളിക്കുന്നില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി നടത്താൻ തന്നെ തീരുമാനിച്ചത്. എല്ലാവരും ഉണ്ട് കേട്ടോ ഉള്ളിൽ. കാരണം ഇവിടെ അമ്പലത്തിൽ പരിപാടി ആയതുകൊണ്ട് പാട്ട്, നല്ല പാട്ട്. അപ്പോൾ എല്ലാവരും കടന്നു, എന്താ കോപ്പിറൈറ്റ് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടേ നമുക്കാകെ കുറച്ച് സമയമേ കിട്ടുള്ളൂ. നമ്മൾ വീട്ടിൽ സമയം 10 മണി. എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും, നമുക്ക് നല്ല പോലെ അറിയാം. അതാ പന്തലിന്റെ പണി കണ്ടോ, നമ്മുടെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വിട്ടുപോകാണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പറയണേ വെള്ളിയും കണ്ടോ, ഫുൾ നല്ല സ്ഥലമായിട്ടോ. ഇനി ഇതിന്റെ 2, 3, 4, 5, 6, 7, 60 ആൾക്കാർക്ക് 10 ടേബിള് 60 ആൾക്കാർക്ക്. പക്ഷെ എന്താ പറയാ, ഇനി എല്ലാം കാണിച്ചു കൊടുക്കണ്ടേ, നിങ്ങൾക്ക് കാണണ്ടേ, വാ. അപ്പോൾ ഇതാ കണ്ടോ, ഇവിടെ മേറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത്ര സ്ഥലമൊന്നും ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മുടെ പപ്പൂനെ അവിടേക്കാക്കി ഇവിടുത്തെ കൂടൊക്കെ മാറ്റി, കഷ്ടത്തിലായി, ഭയങ്കര ബഹളം. അത് മാത്രമല്ല കോഴിക്കോട് അവിടെയായി, പപ്പൂൻ്റെ അവിടെയായി, അവൻ ബഹളം ഉണ്ടാക്കിയിട്ട് അതങ്ങനെ. പിന്നെ എന്താ അവിടെ സോനിയുടെ ഒക്കെ സൗണ്ട് കേൾക്കണില്ലേ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കുട്ടികളും ഒക്കെ ഉണ്ട്, എല്ലാവരും നല്ല വിരുന്നുകാരുടെ തിരക്കുണ്ടായിരുന്നു. ഇത്ര നേരം ഉണ്ടായിരുന്നു, ഏട്ടനും ഒക്കെ അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കുക. പിന്നെ പാട്ടിൻ്റെ പ്രശ്നം, സൗണ്ട് ഉണ്ടായിരുന്നു, കാവിലെ പരിപാടി ഉണ്ട് കുറച്ചപ്പുറത്ത്. അപ്പോൾ അതിൻ്റെ സൗണ്ടും അതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഏറെക്കുറെ ലേറ്റ് വന്നപ്പോഴും, ഇപ്പം ലേറ്റ് വന്നല്ലേ ഉള്ളൂ അല്ലേ. എൻ്റെ കാലിൻ്റെയൊക്കെ കോലം നോക്കിയൊക്കെ നിങ്ങൾ ഓടിപ്പാഞ്ഞിട്ട് ഇനി സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ കാലടഞ്ഞിട്ട് എവിടെ കടന്നാൽ മതി എന്നായിട്ടോ. നാളെ എങ്ങനെ വൈകുന്നേരം വരെ നിൽക്കുന്നതാണ് ഇതൊക്കെ. ഞാൻ ഉള്ളിലിടാൻ ചെരുപ്പ് അങ്ങോട്ട് ചെയ്തില്ല കേട്ടോ. ഞാൻ എന്തായാലും നാളെ ചെരുപ്പ് ഉള്ളിലിടും. ഒന്നും വിചാരിക്കുക, കാലിൽ കോച്ചി പോവുകയാണ് പറഞ്ഞല്ലേ. എന്താ ഓരോരുത്തർ ഇങ്ങനെ വന്നിങ്ങനെ പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ വീട് കാണിച്ചു കൊടുക്കണ്ടേ അല്ലേ. അമ്മ പോയി കടന്നോ, അമ്മ എന്തിനാ കിടക്കാതിരിക്കുന്നത്. പോവാ നമുക്ക്, പോവല്ലേ. എന്താ കുഞ്ഞു കഴിച്ചാ, ഭക്ഷണം കഴിച്ചാ വേണ്ട. ഇതിങ്ങനെയാണ് കേട്ടോ. ഇപ്പൊ തന്നെ അടക്കണ്ട, ചളിയിലേക്ക് ആക്കണ്ട. ബാപ്പുവാ, ഇങ്ങനെ വന്ന് നമ്മളിവിടെ ഒരു ചവിട്ടിയിട്ടു കേട്ടോ. ഇനി നാളെ രാവിലെ ഉള്ളൂ. ഇവിടെ ഭയങ്കര വെളിച്ചായി പോയി. അപ്പോഴേക്കും ഇവിടെ ഭയങ്കര പടി, ഇവിടെ ഭയങ്കര വെളിച്ചായി അറിയാം. ഇവിടെ നല്ല വെളിച്ചായില്ലേ. കുട്ടികളോ, കിച്ചു അവിടെ പൊരിഞ്ഞ പണിയിലാണ്. കിച്ചു അങ്ങോട്ട് ഓടണു അതെടുക്കണു. അപ്പോൾ ഇതാട്ടാ നമ്മുടെ വെൽക്കം, നിങ്ങളെ വെൽക്കം ചെയ്യണ്ടേ. ഇതാണ് എൻട്രൻസ് അറിയാം. ഇത്രയൊന്നും സ്ഥലം ഉണ്ടാവുന്നത് നമ്മൾ വിചാരിച്ചില്ല, അത് വേറെ കാര്യം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതവിടെ കാണാനില്ലേ. കാണാനോ ഇങ്ങനെ സംഭവം പടുത്തുന്നുണ്ട് അവര്. അറബിക്കൂടാരം, ഒരു അറബിക്കൂടാരത്തിനുള്ളിലപ്പോൾ ഇത് അറിയാം. ഇത് കൂടെ പിന്നെ വണ്ടിയൊക്കെ നിർത്താട്ടോ. കാരണം എന്താ വെച്ചാൽ റോഡിന്റെ ഇപ്പുറം നമുക്ക് സ്ഥലമില്ലല്ലോ. ഉള്ള സ്ഥലത്ത് ഞാൻ വിചാരിച്ച ചെറിയ കൗണ്ടർ. റോട്ടിലും പന്തലേട്ടുണ്ട് വന്നു അറിയാം. കിച്ചുട്ടോ, ആരമ്മ കുഞ്ഞനത് അവിടെ കൈ കഴിയിട്ട് അങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ ഇതാ
നമ്മുടെ ഉമ്മർത്ത് കണ്ടോ അടിപൊളി ഒരു ബുള്ളറ്റ് നിൽക്കുന്നത്. ബുള്ളറ്റ് ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ബുള്ളറ്റില്ലേ ഇതിൻ്റെ കടകട സൗണ്ട് കേൾക്കുമ്പോൾ തലവേദന എടുക്കണോ. ഈ വണ്ടിക്ക് പ്രത്യേകിച്ചും കടകടയാണ്, ഭയങ്കര സൗണ്ടാണ്. എന്താ എനിക്കില്ലേ നമ്മുടെ ഹൃദയം ഇങ്ങനെ ടക്ക് 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 പറഞ്ഞിട്ട് കണ്ടില്ലേ നമ്മുടെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ വീടിൻ്റെ ഭംഗി. നമ്മൾ ഇവിടെ ഇതിൽ ഞാൻ ചെറിയ മാല പോലത്തെ ലൈറ്റ് എടുക്കണം വിചാരിച്ചാട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിൽ ബഡ്ജറ്റിൽ കുറച്ച് കൂടും. അപ്പോൾ നമ്മൾ മാല തോരണങ്ങളൊന്നുമില്ല കാരണം നമുക്കൊരു ബജറ്റിൻ്റെ ആ ബജറ്റിനുള്ളിലുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ കളർ ബൾബും കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ കളർ ബൾബിലൊന്നും കാര്യമില്ലല്ലോ. വരുന്നവർക്ക് വൃത്തിയായിട്ട് നല്ല രീതിക്ക് ചോറ് കഴിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സത്യം. അതിനിപ്പോൾ ബൾബിൻ്റെ ആവശ്യമില്ലല്ലോ, കളർ ബൾബിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ എന്താണ് പറയേണ്ടത് അല്ലേ, എന്താണ് പറയുക സഹോ പറഞ്ഞ പോലെ. നിസാറ് ഓരോന്ന് വെറുതെ വെക്കാൻ തുടങ്ങിയിരുന്നു. ബാ നമ്മളില്ലേ ഇനി നേരത്തെ കടന്നാലാണ് നമുക്ക് നേരത്തെ എണീച്ച് നമുക്ക് വൃത്തിയാക്കണ പരിപാടി ഉണ്ടല്ലോ. കുറേ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ഒരു കുടിക്കാനുള്ള വെള്ളം കൊടുക്കാനുള്ളൊരു ഭാഗമാണ് കേട്ടത്. നമ്മളൊക്കെ അതിൻ്റെ കൗണ്ടർ ഞാൻ വിചാരിച്ചേക്കാട്ടിലും ഭയങ്കര വലുതായി പോയി. ഞാൻ വിചാരിച്ചൊരു ഒരു സാധാ ടേബിളൊക്കെ ഇട്ടിട്ട് മതിയായിരുന്നു. ആ ചെറുത് മതിയായിരുന്നു. വരുന്ന സാറ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് തെങ്ങിൻ്റെ ചോട്ടിലാണ്. തെങ്ങിൻ്റെ ചോട്ടിൽ ഞങ്ങൾ എന്താ ഇതൊക്കെ ടാർപ്പായൊക്കെ കെട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇതാ വിറക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഏറെക്കുറെ എല്ലാവരും വന്നു പോയി നടന്നു പോടങ്ങനെ. ഇവിടെ ഉള്ളവർ ബാക്കിയുള്ളവരൊക്കെ വന്നു പോവുകയും ചെയ്തു. ഏട്ടനൊക്കെ അപ്പോൾ ഇവിടെ നോക്കിയാൽ മൊത്തം നമ്മുടെ വിറക് വരെ മറിഞ്ഞു, വീട് മറിഞ്ഞു. ഈ വീട് മാത്രമായി ഇപ്പോൾ. നമ്മുടെ കല്യാണത്തിനോട് ഇങ്ങനത്തെ പന്തലിട്ടിട്ടില്ല അല്ലേ. കല്യാണത്തിനോട് പന്തലിട്ടായിരുന്നു ടാർപ്പായും കാര്യങ്ങളും അന്നത്തെ അങ്ങനത്തെയാണ് കേട്ടോ. ആരത് വരുന്നത് ശരി. അല്ല ഞാൻ വിചാരിച്ചു ആരപ്പത് വരുന്നത് ഈ ഇരട്ടത്തി നേരത്തെ നേരത്ത് ഇടമില്ലാത്ത അതിങ്ങനെ മുഴക്കിയോ? ആ മൊത്തത്തിൽ അടിയിൽ നിന്ന് വേര് പൊട്ടാണ്ട് കിട്ടി. അത് നന്നായി. എനിക്ക് ഒരു വിഷമമായത് ഇത്ര കാലത്തിൽ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അവസാനത്തെ ദൈവം ഇത് ഒന്നും വേണ്ട പോയല്ലോ. ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. ഇത് പഞ്ചായത്ത് പണി പോലെ ആരെങ്കിലും വരുമ്പോൾ അവരിതൊക്കെ വെട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് തന്നെ ആക്കി. അതെ എന്താണല്ലേ കിച്ചുവാണ് കിച്ചുവിന്റെ കൂട്ടുകാരനാണ്, മെയിൻ ഹെൽപ്പറാണ്. കറി കയറ്റി കുറെ നേരമായി അവൻ അതിൻ്റെ കൂടെ കിടന്ന് പോയത്. മൂപ്പർക്ക് എന്താണ് ശരിക്കും കാര്യത്തിൽ തന്നെ പണിയെടുക്കാൻ പറ്റിയായിരുന്നു. ശരിയാ. അപ്പോൾ കിച്ചുവിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് നാഫി കേട്ടോ. കിച്ചുവിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് നാഫി അറിയ. ഇടയ്ക്കിടയ്ക്ക് നാഫിയുടെ ബിരിയാണി കഴിക്കാൻ പൂതിയാവും ചെയ്യുന്ന ഒരാളാണ് കേട്ടോ കിച്ചു. എന്നിട്ട് നാഫിയുടെ വാപ്പയാണ് നമ്മുടെ കുക്കിങ് കാറ്ററിംഗ് മുതലാളി. കാറ്ററിംഗ് മുതലാളിയല്ല നിസാറേ മുതലാളി എന്നൊക്കെ പറയുന്നത്. എന്തിനാ തൊഴിലാളി എന്നൊക്കെ ചെറുതാക്കാൻ നിൽക്കുന്നത്? ചെറുതാക്കണ്ടോ? എന്ത് കാര്യമുള്ളത്? കിച്ചുവോ മറ്റേ ഇവിടേക്ക് കവർ എന്തെങ്കിലും നിസാറേ? മണ്ണാവുന്ന വിഷയമുണ്ടോ? കവർ എന്തെങ്കിലും വേണോ? അവിടെ താഴെ വേണമെങ്കിൽ ഒരു നീല ടാർപ്പായ വെച്ചിട്ടില്ലേ? അത് വേണമെങ്കിൽ വെച്ച പൊടി മണ്ണാവുകൊണ്ടുള്ള പ്രശ്നമാണ്. 2 ടാർപ്പായണ്ടേ ഏതാ വേണ്ടിച്ച് വെച്ച? എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. 27 അതുകൊണ്ട് കയറുക. നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ താലപ്പൊലി അവിടെ അമ്പലത്തിൽ താലപ്പൊലിയുടെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ലാസ്റ്റ് ദിവസവും നാളെ എന്ന് പറഞ്ഞു വെച്ചാൽ കുറേ പേര് നാളെ അവിടെ അല്ലേ. അപ്പോൾ എന്തോ നമുക്ക് നാളെ ഇല്ല ഇന്നത്തോടെ തീരും. ഇവിടേക്ക് വരേണ്ടവർ വരും. കാരണം എന്താ വെച്ചാൽ ഇവിടെ സമയം ഉണ്ടല്ലോ.
12 to 7 വരെ ഉള്ളതാണ്. അവിടെ അതിന് ഗ്യാപ്പിൽ വന്ന് പോവല്ലേ വേണ്ടു. അപ്പം അതൊന്നും ഒരു പ്രശ്നമില്ല. ശരിയാ. പിന്നല്ലേ ഇങ്ങനെ കാണുമ്പോഴേ എന്താണ് ഇങ്ങനെ കാണുന്ന സമയത്ത് എന്താ ഉറക്കവും വരില്ല. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി നടത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കവും വരില്ല, ഒന്നും തോന്നില്ല. ഉറങ്ങി പോയിട്ട് ഉറക്കം വരില്ലാണ്ടെങ്കിൽ ഇരുന്നാലേ നാളത്തെ അവസ്ഥ എന്തായിരിക്കും അറിയാം. വൈകുന്നേരം വരെ ഇങ്ങനെ അതാ എന്താ കിച്ചുട്ടോ പാമ്പോ ചെയ്യുമ്പോ രാവിലെ എടുക്ക. അത് ഓർമ്മ വേണം കേട്ടോ. അതൊക്കെ കാണും. എന്താ കിച്ചു ചാടണ്ട വിചാരിച്ചിട്ടാ സതിയേട്ടാ. താഴ്ചട്ടേ അങ്ങോട്ട് നോക്ക്. എന്ത് നോക്കണ എന്താ വീടിൻ്റെ ഉള്ളിൽ കാണുന്നതേ കർട്ടൻ. എന്താ ഈ പ്ലെയിൻ ഗ്ലാസ് ആയതും കൊണ്ട് ഉള്ളില് ശരിക്കും കർട്ടൻ വേണല്ലേ. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി കാണാലോ. എന്തിനാ കർട്ടിട്ട് മറക്കുന്നത്? ഇതൊക്കെ കൂടെ അങ്ങനെ ആരെങ്കിലും പോകണം അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുകൂടെ? അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഇരിക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ കണ്ടുകൂടെ? അസൗകര്യം കറക്റ്റാ കിട്ടുമോ? പകലും കാണും, അതിലും കാണും, പകലും കാണും. അതിനൊക്കെ ഫുൾ പകലും കാണും. ഫുൾ എന്താണെന്നറിയോ, ലൈറ്റ് വേണ്ടെന്ന് കർട്ടൻ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഭാഗത്തല്ല, കുട്ടികളുടെ റൂമുകളത്തെ കാണില്ല, റൂമിലൊന്നും കാണില്ല. ഇവിടുന്ന് ഡൈനിങ് ഹാളിൻ്റെ അപ്പുറത്തേക്ക് മാത്രം നോക്കിയാൽ കാണും. ബാക്കിയൊക്കെ ഫ്രണ്ടിലും പ്ലെയിൻ ഗ്ലാസ് ഉണ്ട്. ഈ ഹാളിലേക്കും ഡൈനിങ് ഹാളിലേക്കും ലിവിങ് റൂമിലേക്കും പ്ലെയിൻ ഗ്ലാസ് വെച്ചു. അത് നല്ല വെളിച്ചം കിട്ടാനും അങ്ങോട്ട് നോക്കി കാണാനും വേണ്ടിയിട്ടാണ്. ബാക്കിയൊക്കെ അങ്ങനെ മതിയെന്ന്. ഉള്ളിയൊക്കെ നേരെയൊക്കെ ആ ഉള്ളിയൊക്കെ അവർ നേരെയൊക്കെയുള്ളൂ. ഇങ്ങോട്ട് കിടക്ക്. അതെ അതെ, വീടിൻ്റെ ഷേപ്പ് ഇവിടെ നോക്കുമ്പോഴല്ലേ. നോക്ക് പച്ച കളർ അവിടെ വെച്ചേക്കണ മക്കള്. ഇന്നിപ്പോ പ്ലാവ് മരൊക്കെ നേരെ കാണുന്നുണ്ട് കേട്ടോ. എത്ര കാത്തു നോറ്റി അല്ലേ. അതാണ് നമ്മളുടെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നേടാൻ പറ്റാത്തത് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഉള്ളിൽ കയറണ്ടേ? എന്നാ വരും കേട്ടാ വേഗേ. കാരണം എന്താണെന്നറിയോ, വേഗം വരും പറയുന്നത് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ, നെഗടക്കം വെട്ടാൻ പറ്റിയില്ല തലേ ദിവസമായിട്ട്. ഇതിൽ കൂടുതൽ എന്താ പറയുക, നഖം വെട്ടാൻ പറ്റിയിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അനിയേട്ടൻ എന്നിട്ട് അടുക്കളയിൽ തിരിയണ്ട വാ വാ പറയും. അടുക്കളയിൽ തന്നെ തിരിഞ്ഞു കഴിഞ്ഞാൽ നാളെ വരുമ്പോഴേക്ക് ഇതേപോലെ നിൽക്കാൻ പറ്റുമോ? നൈറ്റ് ഇട്ടിരുന്നെങ്കിൽ നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അവിടുത്തെ പണി കഴിഞ്ഞു. അല്ല നാളെ ഇതേപോലെ നിൽക്കരുത് എന്ന് പറയാ. നാളെ പിന്നെ കുഴപ്പമില്ല. ഇന്നത്തെ കാര്യം വെയ്യാത്തവരല്ലേ, വെയ്ക്കണവരെ വെച്ചാൽ കുഴപ്പമില്ല. ഒക്കെ എവിടെയെങ്കിലും കിടന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നവരല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇതില് നമ്മുടെ ഈ സോഫയിൽ കവർ ഇടണം കേട്ടാ. ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലത്തെ താത്ത തന്നതാണ് കേട്ടോ നമുക്ക്. സീഫു താത്ത ഇവിടെ തൊട്ട് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇനി ഇവിടെ നാളല്ലേ ഫുൾ വൃത്തിയാക്കണേ. മക്കളൊക്കെ ഇവിടെ കടന്നു കേട്ടോ. കിച്ചുട്ട കടന്നു, കുട്ടി അച്ചു ഇവരൊക്കെ കടന്നു ഇവിടെ. പിന്നെ ഇതാ തൊണ്ടയൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. ഇവിടെയും കണ്ടില്ലേ, നിങ്ങളെല്ലാവരും കണ്ട്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എന്താ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നമ്മളിതിൽ കാണിക്കണമെന്ന് വിചാരിച്ചുള്ളൂ. അതാണ്ടോ അങ്ങോട്ട് നോക്ക്. എന്താ സരോവരത്തുനിന്ന് തറവാട് കാണാൻ. അയ്യോ അയ്യോ അയ്യോ, എങ്ങനെ പോയാലും ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്കില്ലേ എന്തെങ്കിലും വാങ്ങാണ്ടാവും. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഓടി പോയിട്ടൊരു സാധനം വാങ്ങിയിട്ട് വന്നിട്ടാ. എന്താ എനിക്ക് കുങ്കുമം പേസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ അതിന് പോയിട്ട് വന്ന് അതാണ് ഇങ്ങനെ നിൽക്കണത്. ഇനി ഞാനില്ലേ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരം നിൽക്കട്ടെ. അത് മാത്രമല്ല കുറച്ച് ഒന്ന് നടുനൂർത്തണം, അതാണ് വലിയ കാര്യം ലേട്ടാ.
അത് എന്താ വെച്ചു അണക്ക നടന്നു വരണ്ടേ? 11 മണിയാവണം. പോയി കിടന്നോ. ഇനി ഇതിൽ കവറൊക്കെ രാവിലെ അല്ലേ ഇടുന്ന? ഇതിൽ നമ്മൾ സോഫ കവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സോഫ നമ്മുടെ സെറ്റിയുടെ രൂപം എങ്ങനെയാണ് കേട്ടോ? സെറ്റിയുടെ രൂപം എങ്ങനെയാണേ? കാണാൻ പറ്റില്ല. ഈ സെറ്റി കവർ അവിടെ പോയി ഞാൻ എന്താ കവർ അവിടെ വാങ്ങിയിട്ട് ഈ സെറ്റിയുടെ കളറും ഈ ഒരു കളറും ഒരേ കളറാണ് കേട്ടോ. അതാ നോക്ക്, ഇതൊക്കെ നാളെ രാവിലെ ആകുമ്പോഴേക്കും തുടയ്ക്കണം. ഫുൾ ഇവിടെ ചളിയാക്കിയിട്ടാ. ഇതാ ഇവിടെയൊക്കെ ചളിയാക്കിയേക്കണേ ഇതൊക്കെ. പിന്നെ എന്താ പറയുക, കുട്ടികളുള്ള വീട് ഇങ്ങനെ തന്നെയല്ലേ. പക്ഷെ നാളെ നീ കാണുമ്പോൾ എന്താണെന്ന് അറിയാം, എല്ലാവരും കാണുമ്പോൾ അയ്യോ ഇത്രയും കുഴപ്പമില്ല. നാളെ ഇപ്പം എന്തായാലും ഇതേമാതിരി എല്ലാവരും തൊട്ട് തലോടി നോക്കുമ്പോഴൊക്കെ പൊടിയാവും. അപ്പോൾ ഇനിയിപ്പോൾ ഒപ്പം കഴുകുക തുടക്കൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല. എങ്ങനെ ഇരിക്കട്ടെ, എന്തായാലും ഇപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയതെന്ന് എല്ലാവർക്കും അറിയാലോ വരുന്നവർക്കൊക്കെ. പിന്നെ ഇപ്പം എന്താണ്, അതിലൊന്നും കാര്യമില്ല. വെള്ളോ? ഏത് വെള്ളം? ഇതൊക്കെ അതവിടെ നോട്ടെ, അതിൻ്റെ ഉള്ളിൽ കേൾക്കണ്. ഇത് കണ്ടോ ഈ വെള്ളമൊക്കെ വെള്ളമല്ലേ? കുടിവെള്ളം. ഇതൊക്കെ എൻ്റെ ഏട്ടൻ, മൂത്ത ഏട്ടൻ എന്താ വാങ്ങിയതാണ് കേട്ടോ. ഏട്ടൻ്റെ വകയാണിത്. കാരണം ഏട്ടന് ബേക്കറി ആണെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഏട്ടൻ എടുത്തതാണ് കേട്ടോ. എന്താ പറയണ്ടില്ല ഏട്ടാ അതൊക്കെ. ലഡുവോ? എന്തിനാ ലഡു? എവിടെ എവിടെ? അതാ ലഡു മാത്രമല്ല കേട്ടോ, ഐസ്ക്രീം ഏട്ടൻ്റെ വകയാണ്. ഐസ്ക്രീം വരുന്നവർക്കൊക്കെ അതാ ഞാൻ കണ്ടില്ല, നോക്കി നോക്ക്. ഓരോരുത്തരുടെ സന്തോഷം, ഓരോരുത്തരുടെ സന്തോഷം പറയുക. എന്താണ് എന്താണ് അങ്ങോട്ട് ഇരിക്കണ്? ഏട്ടൻ എന്താ, ഞാൻ ഇതൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വെള്ളവും ഐസ്ക്രീമൊക്കെ ഞാൻ എടുക്കാം കേട്ടോ, ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു. ഏട്ടൻ്റെ ഓരോ പരിമിതികളുണ്ടല്ലോ, അതിന്നൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എന്താ പറയാലേട്ടാ. ഞാനിത് കണ്ടില്ല കേട്ടോ, ലഡുവിൻ്റെ കാര്യമൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിലും അല്ലാതെ നമ്മൾ ആഗ്രഹിക്കാത്തൊരു സാധനം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ എന്താ ഇങ്ങനെ അറിയാ, പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഞാനൊന്നും എന്താ അമ്മ എന്താണ് അപ്പോൾ എന്താ പറയാലേ, നമ്മൾ വിചാരിക്കാണ്ട് ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ എനിക്കിതൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണേ. ഇപ്പോൾ നാളെ ഐസ്ക്രീമുകൾ കൊണ്ടുവരും. ഞാനത് ആർഭാടാവില്ലേ, വേണ്ട വെള്ളം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരാർഭാടവും ഇല്ല. ഞാൻ ദിവസം അവരവിടെ കുപ്പിവെള്ളം വാങ്ങണമല്ലേ, അപ്പോൾ അവർക്ക് കുറച്ച് ഇതായി കിട്ടിയിരിക്കില്ലേ. എനിക്കറിയില്ല, ചിലപ്പോൾ എന്തായാലും വെറുതെ കിട്ടില്ല, എങ്ങനെ കിട്ടിയാലും നല്ല പൈസ ആയിട്ടുണ്ടാവും. എന്താ ഞാൻ ആശുപത്രിയും കാര്യങ്ങളായിട്ട് ചുറ്റിത്തിരിയുന്നവർ ഇപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഉള്ള ചുക്കുവെള്ളമാണെങ്കിൽ ചുക്കുവെള്ളം കൊടുത്തു കഴിഞ്ഞ് വെറുതെ പൈസയുടെ സമയത്തൊക്കെ കുഴപ്പമില്ല. ഇപ്പോൾ എന്താണ് ഒന്നും പറയാൻ കിട്ടണില്ല, ഒന്നും ഇതാകണില്ല. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. സ്വപ്നം കാണുന്ന പോലെ തോന്നുന്നു എന്ന് പറയും പോലെ അങ്ങനെ ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ഇന്ന് ഇങ്ങനെ വെറുതെ വെക്കുന്ന നല്ല സങ്കടം വരികയാണ്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഏകദേശം നമ്മുടെ പരിപാടിയുടെ തിരക്ക് പിടിച്ച സമയങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവസാന സമയത്തായിരിക്കും. കാരണം എന്താ വെച്ചെങ്കിൽ 6 എന്ന് പറയുമ്പോഴേക്ക് 7, 7:30 വരെ 8 മണി, മാക്സിമം 8 മണി വരെയൊക്കെയാണ് നമ്മളെ പരിപാടി. അപ്പോൾ 7 മണി വരെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ 8 മണി വരെ. അപ്പോൾ അതിനുള്ളിൽ അതിന് മുന്നേറ്റല്ലേ വീഡിയോ വരിക, അപ്പോൾ ആ സമയത്തായിരിക്കും.
നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും, അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഇനി ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഓരോ സമയത്തിലേട്ടാ എല്ലാവരും കിടന്നു, കുട്ടികളും ഇവരൊക്കെ കിടന്നു. ഞങ്ങളും കിടക്കട്ടെ. ഞങ്ങൾ കിടക്കാറൊന്നായിട്ടില്ല കേട്ടോ, ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, അതൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കിടക്കാൻ പറ്റും സമയം. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരുപാട് 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 നന്ദി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ഭാഗം നിങ്ങളുമാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്തത് ലേട്ടാ, നമ്മളെ സ്നേഹിക്കണതിന് എല്ലാത്തിനും ഒരുപാട് നന്ദി. അപ്പോഴേ നിർത്തട്ടെ കേട്ടോ, എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഇത്. ഇപ്പം നാളെ വന്നു കഴിഞ്ഞാൽ നാളെ കാണാം.